ഹായ് വിയേഴ്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നാടൻ ചിക്കൻ കറിയാണ്. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല നാടൻ ചിക്കൻ കറി. നാടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ നാടനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പണ്ടൊക്കെ തെക്കോട്ടുള്ള ഭാഗത്തൊക്കെ നാടൻ കറിയൊക്കെ തേങ്ങാപ്പാൽ ചേർത്താണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അന്നത്തെ കാലത്ത് നാടൻ കോഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബ്രോയിലർ ഇല്ല. പക്ഷെ ബ്രോയിലർ ചിക്കൻ വരാൻ തുടങ്ങിയ പിന്നെ ഇപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഇത് തന്നെ നാടനായി മാറി എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇത് എൻ്റെ ചാനലിൻ്റെ പേര് ഒന്ന് നീളമുള്ള പേര് ആയിരുന്നു, അതൊന്ന് ചെറുതാക്കി ജിയോ കിച്ചൺ എന്നാക്കിയിട്ടുണ്ട്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നത് ജിയോ കിച്ചൺ, GEO, ജോർജ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് ജിയോ കിച്ചൺ. അപ്പോൾ ഗോമേ കിച്ചൺ എന്നുള്ളത് ഗോമേ എന്നുള്ളത് വിട്ട് കളഞ്ഞിട്ട് ജിയോ കിച്ചൺ എന്നാക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളത് പേര് കണ്ടിട്ട് വിചാരിക്കേണ്ട, സെയിം ഇത് തന്നെയാണ്. പിന്നെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം, എല്ലാവരും ഇത് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ബാക്കിയുള്ള കാര്യമൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പരമാവധി നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ ക്രിസ്മസ് ഒക്കെ വരാൻ പോവുകയാണ്. നമ്മൾ ക്രിസ്മസിന് ചില സ്പെഷ്യൽ ഐറ്റങ്ങളും സ്പെഷ്യൽ കേക്കുകളും ഒക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയുണ്ട് എനിക്ക്. മറ്റേ നമ്മുടെ വാൾനട്ട് ചേർത്തിട്ട് ഒരു കേക്കൊക്കെ ഉണ്ട്, കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷേ അത് ഉണ്ടാക്കിയാൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് പരിപാടിയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിലേക്ക് കിടക്കാം. നമ്മളെ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോഴത്തേനും നമ്മളെ പാൻ ഒന്ന് ചൂടാക്കാൻ വെക്കാം. ചെറിയ തീയിൽ സിമ്മറിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഐറ്റം എന്ന് നോക്കാം. ഇത് കറക്റ്റായിട്ട് 1/2 കിലോ ബ്രോയിലർ ചിക്കനുണ്ട്, കറിക്കട്ടാണ്. പിന്നെ ഇതൊരു 3 സവാളയുണ്ട്, ഓണിയൻസ് മീഡിയമാണ്. പിന്നെ ഇത് 3 തക്കാളിയുണ്ട്, തക്കാളി മീഡിയമാണ്. പിന്നെ നമുക്ക് ഗാർലിക് പേസ്റ്റ് ഉണ്ട്, ജിഞ്ചർ പേസ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് കസൂരി മെത്തിയുണ്ട്. ഇത് നമ്മുടെ വഴുതനയില എന്ന് പറയും, ബേ ലീവ്സ് ആണ്. പിന്നെ നമ്മുടെ മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, ഗരം മസാലയുണ്ട്, പിന്നെ കസൂരി മെത്തി. ഇത്ര ഐറ്റങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. ഈ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ബേ ലീവ്സ് ഇടാം. നല്ല ചൂടായിട്ട് ബേ ലീവ്സ് ഇടാവുള്ളൂ. അത് കഴിഞ്ഞ് ചൂടായി കഴിയുമ്പോഴാണ് നമ്മൾ സവാള ചേർക്കേണ്ടത്. ഒരൽപ്പം ഉപ്പ് ചേർക്കാം. ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി നമുക്കൊന്ന് മൂടി വെക്കാം. നമ്മൾ സവാള വഴന്ന് വരുന്നുണ്ട്. ഇത്രയും പോരാ, കുറച്ചുകൂടെ ബ്രൗൺ ആവണം. ബ്രൗൺ കളറിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഗ്രേവിക്ക് കൊഴുപ്പും ഉണ്ടാവുള്ളൂ, ടേസ്റ്റും ഉണ്ടാവുള്ളൂ. കൊണ്ട് നിർത്തിപ്പെടരുത്. ഇതിങ്ങനെ സവാള ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഇതൊരല്പം മെനക്കെട്ട പണിയാണ്, എങ്കിലും കറിക്ക് ടേസ്റ്റ് വേണമെങ്കിൽ ഇത് ചെയ്തേ മതിയാവും. പലപ്പോഴും കറി കഴിച്ചിട്ട് ചാറിന് ടേസ്റ്റ് കുറവാണ്, കൊഴുപ്പ് കുറവാണെന്നുള്ള പരാതി പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിന് കാരണം ഇത് തന്നെയാണ്. ഈ സവാള ശരിക്കും വഴലാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വഴറ്റാം. അപ്പം നമ്മുടെ ഓണിയൻ സവാള ഒരുവിധം ബ്രൗൺ ആയി തുടങ്ങി. അപ്പോൾ ഇനി നമുക്ക് ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ആദ്യം ഇത് ഗാർലിക് പേസ്റ്റാണ്. അതൊന്ന് സോട്ടായി വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ജിഞ്ചർ പേസ്റ്റ് ചേർക്കാം. ഇത്
ജിഞ്ചർ പേസ്റ്റാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. നിങ്ങൾക്ക് ആർക്കും എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, എങ്കിലും അതിൽ 1-2 സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. അതൊന്ന് സൂക്ഷിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കറി വളരെ ടേസ്റ്റി സ്വാദിഷ്ടമാക്കാം. അതിലൊന്ന് ഇതാണ്, നന്നായിട്ട് സവാള വഴറ്റണം. നമുക്കിനി ഈ ബേ ലീവ്സ്, വഴണയില, ഇത് കറുവായിലയാണ്, അത് മാറ്റാം. അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങാനുള്ളത് ഇറങ്ങി കഴിഞ്ഞു. ഒരു കഷ്ണം അവിടെ ബാക്കിയുണ്ട്. നല്ല ബ്രൗണായിട്ട് വരുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ബ്രൗൺ ആവട്ടെ. അപ്പോൾ നമ്മുടെ സവാള ഒരു നന്നായിട്ട് വഴന്ന് കഴിഞ്ഞു. ഒരു ബ്രൗൺ കളറൊക്കെ ആയി. നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡ്രൈ മസാല ചേർക്കാം, അല്ലെങ്കിൽ തക്കാളി ചേർക്കാം. നമ്മൾ തക്കാളി ചേർക്കുന്നു. കുറച്ച് ഉപ്പ് ചേർക്കാം. തക്കാളി പെട്ടെന്ന് മെൽറ്റായി വരുന്നതിന് വേണ്ടിയിട്ടാണ്. കുറച്ച് സമയം നമുക്കത് മൂടി വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ഒരുവിധം മെൽറ്റായി കഴിഞ്ഞു. ബാക്കിയുള്ളത് നമ്മൾ ചിക്കൻ വേകുമ്പോൾ അതിൽ കിടന്ന് വെന്തോളും. പരമാവധി ഇത്രയും മെൽറ്റായാൽ മതി, ബാക്കി വെന്തായിക്കോളും. അപ്പോൾ ഇനി നമുക്ക് ഡ്രൈ മസാലകൾ ചേർക്കാം. ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി, 1/2 കിലോ ചിക്കനാണ്, അതുകൊണ്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾ ചേർക്കാം. മുളക് പൊടി, വേറെ പച്ചമുളകൊന്നും ചേർക്കാത്തത് കാരണം ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൊടിയാണ്, 2 സ്പൂൺ ചേർക്കാം. അടുത്തത് നമ്മുടെ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ ചേർക്കാം. ഇപ്പം കൂടുതൽ വേണ്ട. ഗരം മസാല അവസാനമേ ചേർക്കുള്ളൂ. അല്പം കൂടെ ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റണം. ഇത് എണ്ണ തെളിയുന്ന വരെ ഒന്ന് വഴറ്റേണ്ടതുണ്ട്. ഈ ഒരു വഴറ്റലിലാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ്. ഇത് ധൃതി പിടിക്കാൻ പാടില്ല. കുറച്ച് സ്റ്റൗവിൻ്റെ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് ഇതിങ്ങനെ നമ്മൾ സോട്ട് ചെയ്യണം. അത് സോട്ട് ചെയ്ത് ഇത് എണ്ണ തെളിക്കണം. എണ്ണ തെളിച്ചാൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. നിങ്ങൾ പരീക്ഷ കഴിക്കുള്ളൂ. അല്ലാതെ ധൃതി പിടിച്ചുണ്ടാക്കിയാൽ ടേസ്റ്റ് കുറയും. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ അടിയിൽ പിടിക്കാതെ എണ്ണ തെളിയണം. എണ്ണ തെളിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഇറച്ചി കഷ്ണങ്ങൾ ഇടാവുള്ളൂ. നമ്മൾ എണ്ണ തെളിഞ്ഞ് കഴിഞ്ഞു. ഇനി നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇടാം. ചിക്കൻ കറി വെക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ചിക്കൻ നമ്മൾ നേരിട്ട് ഡ്രൈ ഫ്രൈ ആക്കി വറുത്തിട്ട് പലരും കറി വെക്കാറുണ്ട്. അങ്ങനെ വറുക്കുമ്പോൾ എന്താ സംഭവിച്ചെന്ന് കഴിഞ്ഞാൽ ഒരു ലെയർ, ഈ ഇറച്ചിയുടെ മുകളിൽ ഒരു ലെയർ ഇങ്ങനെ ഫോം ആവും. ഈ ലെയർ ഫോം ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് മസാല കിടക്കില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ വെറുതെ ഇങ്ങനെ വെളുത്ത് കിടക്കും ഇറച്ചി. പക്ഷേ അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് ഉണ്ടാക്കാവുന്ന റെസിപ്പി ഉണ്ട്. അതിനെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മസാലകളൊക്കെ പുരട്ടി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് 1/2 മണിക്കൂർ 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളത്
ഡ്രൈ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ വേണ്ട മസാല ഇറച്ചിക്കകത്ത് കയറിക്കോളും, അപ്പോൾ കുഴപ്പമില്ല. അല്ലാതെ പച്ച ഇറച്ചി നമ്മൾ ഡ്രൈ ഫ്രൈ ചെയ്തിട്ട് കറിയാക്കരുത്. ഇതേപോലെ തന്നെ ആൾക്കാർ പലരും ചില സ്ഥലം ബിരിയാണികളിലും അങ്ങനെ ചെയ്യാറുണ്ട്, ഇറച്ചി വറുത്തിട്ട് ചെയ്യും. അപ്പോഴത് ശരിയല്ല. മസാല പുരട്ടി വെച്ചിട്ടതിന് ശേഷം വറുത്താൽ കുഴപ്പമില്ല, ഒന്ന് ശ്രദ്ധിക്കുക. ചിക്കനിലൊക്കെ മസാല പുരണ്ട് തുടങ്ങി, പിടിച്ച് തുടങ്ങി. ഒരു കുറച്ചുകൂടെ എന്നാലും ഒന്ന് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങണം, അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ സൗണ്ട് കേൾക്കുന്നത് വെള്ളം ഇറങ്ങുന്നതിൻ്റെ സൗണ്ടാണ്. ഈ ഒരു പ്രക്രിയകൾ ചെയ്യുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള കറിയാകുക. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോളൂ. ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിരിക്കും. വീട്ടിലുള്ളവരെല്ലാം നിങ്ങൾ നല്ല അഭിപ്രായം പറയും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ സമയത്ത് ആൾക്കാർ പ്രഷർ കുക്കർ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഞാൻ അതിനോട് അത്ര യോജിക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ കുക്കറിൽ പെട്ടെന്ന് വേവും. ഇത് ഒരു 25-30 മിനിറ്റ് വെന്തതിന് ശേഷമാണ് ഈ കറിയാകുന്നത്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ ചിക്കൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് മസാല കിടക്കും. അത് പ്രഷർ കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗുണം ഉണ്ടാവില്ല. അതിന് എളുപ്പത്തിൽ പെട്ടെന്ന് കറി വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആ കറിക്ക് ടേസ്റ്റ് കുറയും എന്നുള്ളതാണ്. നമ്മുടെ മസാല ഒക്കെ പുരണ്ട് കഴിഞ്ഞു ചിക്കൻ പീസിൽ. ഇനി നമുക്ക് വെള്ളം ചേർക്കാം. ഇത് ഞാൻ വെള്ളം ചൂടാക്കി വെച്ചിരിക്കുന്നതാണ്, ചൂടുവെള്ളമാണ്, നല്ല ചൂടുള്ള വെള്ളമാണ്. ഇതിന് ഒരു കാരണമാണ്, ചൂടുവെള്ളം ചേർക്കുന്നതിനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നല്ല ചൂടുള്ള കറി ഏതായിട്ട് ഇറച്ചിക്കറി ആയിക്കോട്ടെ ഏത് കറിയാണെങ്കിലും അതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ പെട്ടെന്ന് ഡൗൺ ആവും. ആ ടെമ്പറേച്ചർ പെട്ടെന്ന് ഡൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്തിരിക്കുന്ന സാധനത്തിൻ്റെ ടേസ്റ്റും കുറയും, മൊത്തത്തിൽ കറിയുടെ ടേസ്റ്റും കുറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ധൃതിയൊന്നും പെടണ്ട, നേരത്തെ തന്നെ അല്പം വെള്ളം ചൂടാക്കി വെക്കുക. ചൂടാക്കി വെച്ചിട്ട് ആവശ്യത്തിന് ചൂടുവെള്ളം ചേർക്കണം. മൂടി വെച്ച് വേവിക്കാം. കുറച്ച് വെന്തതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കാം. നമുക്കൊരല്പം വെള്ളം കുറവാണെന്ന് തോന്നും, ആ വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കാം. ഇത് കൂടുതൽ ഗ്രേവിയുള്ള കറിയല്ല, കുറച്ച് റോസ്റ്റ് ടൈപ്പാണിത്. നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഒരുവിധം ഉണ്ട്, ഞാൻ കുറച്ച് ചേർക്കാം. മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് വേവാൻ തുടങ്ങിയിട്ടൊരു 5 മിനിറ്റ് ആയി കഴിഞ്ഞു. ഏകദേശം ഒരു 25 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ വെന്തിരിക്കും. അപ്പോൾ നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി നമ്മൾ വെന്തോന്ന് നോക്കിക്കളയാം. ഇപ്പോൾ ഏകദേശം 20-25 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ നമുക്കൊന്ന് വേവിക്കാം. നമ്മുടെ ചിക്കൻ കറി ഏകദേശം 25 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വെന്ത് കാണണം. അറിയാനൊന്ന് അമർത്തി നോക്കിയാൽ മതി.
ഇറച്ചി എല്ലേന്ന് വിട്ടു പോരുകയാണെങ്കിൽ വെന്തെന്നാണ് അർത്ഥം. എന്നാൽ വിട്ടു പോരുന്നുണ്ട്. ചിക്കൻ ഓവർ കുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ഗരം മസാല ചേർക്കാം. ഗരം മസാലയ്ക്ക് മുമ്പ് കസൂരി മെത്തി ചേർക്കാം. ഇതൊന്നും നാടൻ രീതിയിൽ ചേർക്കാറില്ല, ഇതൊക്കെ പുതിയ രീതിയാണ്. അതിനും കൂടെ മിക്സ് ചെയ്ത് ഞാൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കസൂരി മെത്തിയായി. ഇനി ഗരം മസാല ചേർക്കാം. ആവശ്യത്തിന് ഗ്രേവി ഉണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ പൂർണ്ണമാകുകയാണ്. നമുക്ക് ഇതിൻ്റെ നിർത്താം, സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് പ്രസൻറ്റ് ചെയ്യുന്നതിനും കൂടെ നമുക്ക് തയ്യാറാക്കാം. അങ്ങനെ നമ്മുടെ 1/2 കിലോ ചിക്കൻ കൊണ്ടുള്ള ചിക്കൻ മസാല അല്ലെങ്കിൽ നാടൻ ചിക്കൻ കറി ആയിട്ടുണ്ട്. പിന്നെ ഗ്രേവിയൊക്കെ നല്ല കൊഴുത്തിരിക്കുന്നതാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് അറിയിക്കണം. നിങ്ങൾ ഇത് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യണം. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഏതായാലും നല്ല ഒരു സ്വാദിഷ്ടമായൊരു വിഭവമാണ്. ഞാനീ പറഞ്ഞ കുറേ ടിപ്പുകൾ വളരെ സൂക്ഷിച്ച് അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉഗ്രൻ കറിയാവും, യാതൊരു സംശയം വേണ്ട. നിങ്ങൾക്ക് വീട്ടുകാരെ ഞെട്ടിക്കാൻ പറ്റും ഈ കറി ഉണ്ടാക്കി തന്നെ എന്ന് ഞാൻ പറയും. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ ഇന്ന് അവസാനിപ്പിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം.